കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ T20 ടീമിനെ പ്രഖ്യാപിച്ചത്. ആരാധകർക്ക് ഇരട്ടി മധുരവുമായി സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ ഇടം ലഭിച്ചപ്പോൾ കഴിഞ്ഞ പരമ്പരകളിൽ ടീമിനൊപ്പമുണ്ടായിരുന്ന ജിതേഷ് ശർമ്മ ഒരിക്കൽ കൂടി സ്ഥാനം നിലനിർത്തിയപ്പോൾ ഇഷാൻ കിഷാന് പകരം മലയാളി താരം സഞ്ജു സാംസൺ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അജിത് അഗാർക്കർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ആ ഒരു കമ്മിറ്റിയുടെ സർപ്രൈസ് തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. സഞ്ജു ടീമിലെത്തിയത് തികച്ചും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം T20 പ്ലാനിന്റെ ഭാഗമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജുവിന് ടീമിൽ ഇടമുണ്ടാവില്ലെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ടീമിലേക്ക് വിളി എത്തുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ വെച്ച് നേടിയ സെഞ്ചുറിയോടെ സഞ്ജു ഇനി അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് സെലക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സെലക്ഷൻ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ ഇന്ത്യയുടെ ടോപ്പ്